അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ടെക്നിക്കൽ പ്രോബ്ലം കാരണമായിട്ട് സമസ്ത ഓൺലൈൻ മദ്രസയുടെ 5ാം ക്ലാസ്സിൻ്റെ ലിങ്കിൽ രാവിലെ ഫിഖിന്റെ ക്ലാസ് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ അത് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് സമസ്ത ഓൺലൈൻ ലിങ്ക് ഉപയോഗിച്ച് ആ ക്ലാസ് എല്ലാവരും കേൾക്കണമെന്ന് അറിയിക്കുകയാണ്. ഇന്നത്തെ സമസ്ത ഓൺലൈൻ ക്ലാസ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് ഇപ്പോൾ നടത്തുന്നത്. 5ാം ക്ലാസ്സിലെ ഫിഖിലെ 7ാമത്തെ പാഠത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് രാവിലെ ക്ലാസ് നാം കേട്ടത്. അതിൽ വരുന്ന റിവിഷൻ പാഠമാണ്. പാഠപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് കേൾക്കുക എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. 3 അൽ ഇസ്തിഹാലത്തു. ഇസ്തിഹാലത്ത് എന്ന് പറയുമ്പോൾ ഹയലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ് ഇസ്തിഹാലത്ത്. അപ്പോൾ അവിടെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം, ഇസ്തിഹാലത്ത് എന്നാൽ എന്ത്? അപ്പോൾ നമുക്ക് ആൻസർ പറയാം, ഹയലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ് ഇസ്തിഹാലത്ത്. അടുത്ത വരി വായിക്കാം. അത് കാരണമായി നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നോമ്പോ നിസ്കാരമോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല. ഏത് കാരണമായി? ഇസ്തിഹാലത്ത് കാരണമായി. പ്രത്യേകം ശ്രദ്ധിക്കുക, നോമ്പോ നിസ്കാരമോ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല എപ്പോൾ? ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം, നോമ്പോ നിസ്കാരമോ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല എപ്പോൾ? ഇസ്തിഹാലത്ത് കാരണമായിട്ട്. ഇനി അടുത്ത വരി വായിക്കാം. ഹയലോ നിഫാസ് ഉള്ള അവസരം നിസ്കാരം, നോമ്പ്, സുജൂദ്, ത്വാഫ്, മുസബ് തൊട, ചുമക്ക, ഖുർആൻ ഓതുക, പള്ളിയിൽ താമസിക്കുക, സംയോഗം, മുട്ടുപൊക്കളിടയിൽ ഇണങ്ങിച്ചേരാൻ മുതലായവും അവരെ തൊലാക്കി ചെല്ലലും ഹറാമാണ്. അപ്പോൾ ഹയലോ നിഫാസ് ഉള്ള അവസരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാണ് എന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ചോദ്യം, ഹയലോ നിഫാസ് ഉള്ള അവസരം എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, മുസഫ് തൊട, ചുമക്ക, ഖുർആൻ ഓതുക, പള്ളി താമസിക്കുക, സംയോഗം, മുട്ടുപൊക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരുക. ഇത്രയും കാര്യങ്ങൾ ഹയലോ നിഫാസ് ഉള്ള അവസരത്തിൽ ഹറാമാണ്. ഇനി ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾക്ക് ഹയലുണ്ടായാൽ എന്ത് ചെയ്യണം? അവൾ ത്വാഫ് അല്ലാത്തതെല്ലാം നിർവഹിക്കണം. ഇപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ അവൾക്ക് ഹയൽ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ത്വാഫ് അല്ലാത്തതെല്ലാം നിർവഹിക്കണം. ഇനി മറ്റൊരു ചോദ്യം, ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾക്ക് ഹയൽ ഉണ്ടായി. അപ്പോൾ അവൾ എന്ത് ചെയ്യാൻ പാടില്ല? ത്വാഫ് ചെയ്യാൻ പാടില്ല. ത്വാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം. ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, ഹജ്ജിന് ഇഹ്റാം ചെയ്തു ശേഷം ഹയലുണ്ടായ സ്ത്രീ, അവൾക്ക് ത്വാഫ് എപ്പോൾ ചെയ്യണം? അവള് ശുദ്ധിയായതിനു ശേഷം ചെയ്യണം. ഇത്രയുമാണ് ആ പാഠത്തിൽ ഇന്ന് റിവിഷൻ ചെയ്യാനുള്ളത്. അതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. 1, ഹയൽ എന്നാൽ എന്ത്? ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹയൽ. നിഫാസ് എന്നാൽ എന്ത്? പ്രസവിച്ച് കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇസ്തിഹാലത്ത് എന്നാൽ എന്ത്? ഹയലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ് ഇസ്തിഹാലത്ത്. ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ എന്ത് ചെയ്യണം? ത്വാഫ് അല്ലാത്തവയെല്ലാം നിർവഹിക്കണം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം. ഹയലിന്റെ ചുരുങ്ങിയ പ്രായം എത്ര? ഹയലിന്റെ ചുരുങ്ങിയ പ്രായം 9 ചന്ദ്രവർഷമാകുന്നു. ഈ തെതിരിഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും കൂടി. ഹയലിന്റെ ചുരുങ്ങിയ സമയം 1 ദിവസം, ഹയലിന്റെ കൂടിയ സമയം 15 ദിവസം, ഇടയിലെ ചുരുങ്ങിയ ശുദ്ധി 15 ദിവസം, 2 ആളിന്റെ ഇടയിലെ കൂടിയ ശുദ്ധി എത്രയും ആവാം. നിഫാസിൽ നിന്ന് കൂടിയ സമയം 60 ദിവസം,
നിഫാസിൽ നിന്ന് ചുരുങ്ങിയ സമയം 1 സെക്കൻഡ്, പ്രസവിച്ച് 15 ദിവസത്തിന് ശേഷം പുറപ്പെടുന്ന രക്തം ഹാല്. ഇനി പ്രസവിച്ച് 15 ദിവസത്തിന് മുമ്പ് പുറപ്പെടുന്ന രക്തം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നിഫാസ് എന്നതാണ്. ഇതുപോലെ എല്ലാ ദിവസവും റിവിഷൻ പാഠങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.